കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുൻപ് വരെ ഉത്സവപ്പറമ്പുകളിലും ആഘോഷങ്ങളിലും പള്ളികളിലും എല്ലാം സജീവമായി നടന്നിരുന്ന ഒരു കലാരൂപമാണ് ചവിട്ടുനാടകം. എന്നാൽ പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ അത് ഏറ്റു നടത്താനുള്ള പ്രവർത്തകരോ സന്നദ്ധ സംഘടനകളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ശക്തമായ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് ചവിട്ടുനാടകരംഗം. ചവിട്ടുനാടകരംഗത്ത് കേരളത്തിലെ പ്രഗത്ഭനായ കലാകാരനാണ് ശ്രീ അലക്സ് താളൂപ്പാടൻ. ശ്രീ അലക്സ് താളൂപ്പാടനാണ് ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തുന്നത്. നമുക്ക് അലക്സ് താളൂപ്പാടൻ എന്ന ചവിട്ടുനാടക കലാകാരനെ പരിചയപ്പെടാം. അദ്ദേഹം വനിതകൾക്കായി സംഘടിപ്പിക്കുന്ന ചവിട്ടുനാടക ക്യാമ്പിൻ്റെ റിഹേഴ്സലിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. പരമ്പരാഗത കലാരൂപമായ ഒരു ചവിട്ടുനാടകം രംഗത്ത് അവതരിപ്പിക്കുക. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയം സ്വാതന്ത്ര്യ സമരത്തിലെ വീര പടനായിക ഝാൻസി റാണി എന്ന മണികർണികയുടെ കഥ 20 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കുക. പ്രാർത്ഥനാ ഗീതത്തിലേക്ക്. ശുദ്ധ തിരുക്കുരിശിൽ ശത്രുകരാൽ മരിച്ച പേരൊള്ളി തിങ്ങിടും ഇന്ത്യ നഗതൻ. മാഷേ നമസ്കാരം. ഇന്നിപ്പോ മാഷിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വനിതകളുടെ ഒരു പുതിയൊരു ചവിട്ട് നാടകം അല്ലെ. അപ്പോൾ ആ ഒരു രീതിയിൽ മാഷിന് എന്താണ് പറയാനുള്ളത്? ചവിട്ടാട് ഒരു പരമ്പരാഗത കലാരൂപമാണ്. ഒരു കാലത്ത് പുരുഷന്മാർ മാത്രം കളിച്ചിരുന്ന ഒരു കലാരൂപമാണ്. ആദ്യകാലത്ത് സ്ത്രീവേഷം കെട്ടിയിരുന്നത് പുരുഷന്മാരാണ്. പെൺകുട്ടികളാരും ഈ വേദിയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ സ്കൂൾ യുവജനോത്സവത്തോടുകൂടി ഈ കലാരൂപത്തിലേക്ക് സ്ത്രീകളുടെ സാന്നിധ്യം വന്നു കഴിഞ്ഞു. അത് ഇപ്പോൾ ഏകദേശം ഒരു മത്സരം നടക്കുകയാണെങ്കിൽ, സംസ്ഥാന തലത്തിൽ മത്സരം നടക്കുകയാണെങ്കിൽ 28 ടീം ഉണ്ടെങ്കിൽ 20 ടീമും പെൺകുട്ടികളുടെ ടീമായി മാറ്റപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ പുരോഗമനമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ത്രീകൾ വീടിൻ്റെ അകത്ത് അടുക്കളയിൽ എന്നായിരുന്നു എന്നെങ്കിൽ ഇതിന് വരെയും തയ്യാറായിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു വളർച്ചയുടെ ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പോലെ ആണുങ്ങളെ ബേസ് ചെയ്ത് ആദ്യം നമുക്കിതിനെ വിലയിരുത്താൻ പറ്റില്ല. കാരണം ഇത് തുടക്കമാണ്. പക്ഷെ അവർ കളിച്ച് കയറി വരുമെന്നുള്ളതൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരും തയ്യാറായി വന്നതും അതിൻ്റെ മനസ്സറിഞ്ഞവർ കളിക്കാൻ തയ്യാറായിട്ടുള്ളതും. ഈ കഥക്കൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള 75-ാം വർഷം. 75-ാം വർഷത്തിൽ എപ്പോഴും അതിൻ്റെ വീര ചരിത്രത്തിൻ്റെ ഭാഗമായവർ അറിയപ്പെടുന്ന, ചിന്തിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതിലൊരു പ്രധാനപ്പെട്ട വീര വനിതയുടെ കഥയാണ് അത്. നമ്മുടെ ഝാൻസി റാണിയുടെ അവരുടെ ചെറുപ്പത്തിൽ അവരെ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ പോരാട്ടത്തിൻ്റെ, ബ്രിട്ടീഷുകാരോട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ കഥ തയ്യാറാക്കാൻ അത് ഇവരെ കൊണ്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം. കാരണം അതിനവർ പാകപ്പെട്ടു കഴിഞ്ഞു. അതിൽ ബ്രിട്ടീഷുകാരുടെ കഥാപാത്രം അവതരിപ്പിക്കുന്നവരും ഝാൻസി റാണിയുടെ കഥാപാത്രം അവതരിപ്പിക്കുന്നവരും മന്ത്രിയായിട്ട് അവതരിപ്പിക്കുന്നവരും അഞ്ചൽക്കാരനായിട്ട് അവതരിപ്പിക്കുന്നവരും സേവകരും ഒക്കെ എല്ലാ തരത്തിലും ആ ഒരു വളർച്ച എത്തിയിട്ടുണ്ട്. നാളെ ഇവരുടെ സ്റ്റേജ് അരങ്ങേറ്റം. ജെസിയാണ് ഈ പ്രോഗ്രാമിന്റെ ക്യാപ്റ്റൻ. നമസ്കാരം, ഞാൻ ഈ ടീമിന്റെ ക്യാപ്റ്റനാണ്. എൻ്റെ പേര് ജെസ്സി മാനുവൽ. അപ്പം ഈ ചവിട്ട് നാടകം വേണമെന്ന് ആദ്യം പറഞ്ഞത് ഞങ്ങളുടെ മുതിർന്ന നേതാവായ അരുണ ചേച്ചിയാണ്. അരുണ ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ചവിട്ട് നാടകം തന്നെ വേണമെന്ന്. അപ്പം ഇത് തീരുമാനിച്ചപ്പോൾ ഇവിടെ ഇരിക്കണ ഞാനുൾപ്പെടെ എല്ലാവരും ചവിട്ട് നാടകം വേണോ എന്നൊരു ഇതുണ്ടായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾ കളിക്കുന്ന ഒരു കളിയാണല്ലോ, അതേമാതിരി ഞങ്ങൾക്ക് പറ്റുമോ? അതും അമ്മമാരായ ഇവിടെ അമ്മൂമ്മമാർ പോലും ഉണ്ട് ഇതിൽ. അപ്പം പറ്റുമോ എന്നൊരു സംശയം വന്നായിരുന്നു. അപ്പം അരുണ ചേച്ചി പറഞ്ഞു, നിങ്ങൾ മറ്റുള്ള നാടൻ ഡാൻസ് ഒന്നും കളിക്കണ്ട, ഇത് നമുക്കൊരു വെറൈറ്റി ആയിരിക്കുള്ളൂ, നിങ്ങൾ ശ്രമിച്ചാൽ. അപ്പം നമുക്ക് ഇതിന് പഠിപ്പിക്കാൻ ഒരാളെ വേണമല്ല എന്ന് വിചാരിച്ചപ്പോഴാണ് അലക്സ് സാറിനെ വിളിച്ചത്. അലക്സ് സാർ എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ജില്ല, പള്ളിപ്പുറം, കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു പേര് കേട്ട ഒരു കലാകാരനാണ്. അത് ഞങ്ങൾക്ക് പള്ളിപ്പുറത്തിന് പ്രത്യേകം അലക്സ് സാറിൻ്റെ പേര് പറയുമ്പോൾ നമുക്ക് അല്ലേ ഒരു സന്തോഷമാണ്.
അലക്സ് സാറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമായി. എനിക്കിപ്പോൾ നേരത്തെ പരിചയമുണ്ട്. അന്ന് നമുക്ക് തുടങ്ങാം. ഞങ്ങൾ 20 പേര് വെച്ച് തുടങ്ങിയതാണ്. പിന്നെ ചവിട്ട് നാടകം ആയതുകൊണ്ട് കുറേ പേര് എല്ലാവർക്കും പറ്റാത്തതുകൊണ്ട് കുറേ പേര് ഇതിൽ നിന്നൊക്കെ പോയിട്ട് ഞങ്ങൾ 10 പേര് വെച്ച് ആരംഭിച്ച് 25 ദിവസം കൊണ്ട് തുടങ്ങി. ഇപ്പം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. നാളെയാണ് ഞങ്ങൾ സ്റ്റേജിൽ കയറുന്നത്. അപ്പം ഇതിനു വേണ്ടി എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, ഇതിനു വേണ്ടി ബുദ്ധിമുട്ടി ഞങ്ങൾ ഒരു ഫീസും കൊടുക്കാതെ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ വന്നതാണ് അലക്സ് സാറ്. അപ്പം ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടി 25 ദിവസവും പല തിരക്കുമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അലക്സ് സാറ്. നാടകമായിട്ടും പിന്നെ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പം അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങളെ ഇതിൽ കൊണ്ടുവരണം. ഞങ്ങൾക്ക് മടിയായിരുന്നെങ്കിലും നമ്മളോട് പറഞ്ഞ് ക്ലാസ്സൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ഇതൊരു ധൈര്യം തന്ന് ഇവിടം വരെ എത്തി. അപ്പം ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും വേണ്ടി, അരുണ ചേച്ചിക്കും ബ്ലോക്ക് മെമ്പറിനും എല്ലാവർക്കും വേണ്ടി ഈ അവസരത്തിൽ ഞാൻ അലക്സ് സാറിന് നന്ദി പറയുന്നു. അതുപോലെ അലക്സ് സാറിന് 2 ശിഷ്യന്മാർ സാറിന് വരാൻ പറ്റാത്ത ദിവസങ്ങളിൽ അവരെ വിട്ടുതരുമായിരുന്നു. അതിൽ ജെഫിൻ, അലൻ ഇവിടെ ഇല്ല, ജെഫിൻ ഉണ്ട്. അവർക്ക് 2 പേർക്ക് ഒരവസരത്തിൽ ഇവർക്ക് എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. തുടർന്ന് പരിശീലനം ചെയ്യാൻ തന്ന ഞങ്ങൾക്ക് വെള്ളം, ചായ ഒക്കെ തരുമായിരുന്നു. ഇതൊക്കെ തന്ന് വീടും ഒരുക്കി തന്ന് സുബോധ ചേച്ചിക്ക് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. എന്റെ പേര് ജ്യോതിലക്ഷ്മി ബിജു. ഝാൻസി റാണിയായിട്ടുള്ള കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ സ്റ്റേജിൽ കയറണത്. അപ്പൊ ഝാൻസി റാണിയായിട്ട് അവതരിപ്പിക്കാൻ തന്നത് നമ്മുടെ അലക്സ് സാറാണ്. അപ്പൊ സാറ് അങ്ങനെ ഒരു കഥാപാത്രം തന്നതിന് സാറിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ആ കഥാപാത്രം എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകളെല്ലാം സാറ് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന്. അതേപോലെ തന്നെ സാറിന്റെ ശിഷ്യന്മാരായ അലനും ജെഫിനും കൂടിയാണ് എനിക്ക് അതിന് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. ചെറിയ തെറ്റുകൾ പോലും അവർ പറഞ്ഞു തന്ന് മനസ്സിലാക്കി ഇത് ചെയ്തു തന്ന്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ബിജു ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പം ഝാൻസി റാണിയായിട്ട് അവതരിപ്പിക്കാനായിട്ട് നാളെ ഞാൻ അരങ്ങത്തോട്ട് കയറുകയാണ്. അപ്പം അതിനെല്ലാവരും എനിക്ക് നല്ല പ്രോത്സാഹനം ചെയ്യണമെന്ന് പറയുന്നു. നന്ദി. നമസ്കാരം, എൻ്റെ പേര് ശ്രീദേവി ചന്ദ്രൻ എന്നാണ്. ഞാനൊരു കുടുംബശ്രീ പ്രവർത്തക എന്നതിലുപരി ഒരു CDS മെമ്പറാണ്. കൂടാണ്ട് മഹിളാ അസോസിയേഷൻ്റെ പള്ളിപ്പുറം വില്ലേജ് സെക്രട്ടറി കൂടിയാണ്. ഞങ്ങൾക്ക് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മുതിർന്ന നേതാവായ AS അരുണ സഖാവാണ് ഞങ്ങളോട് ഒരു ചവിട്ട് നാടകം കളിച്ചൂടെ എന്നൊരു കാര്യം ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി എല്ലാ പ്രവർത്തകരും ഏറ്റെടുക്കുകയായിരുന്നു. ആദ്യം ഒരു 20 പേരുടെ സംഘമാണ് ഇതിനകത്ത് എത്തിയെങ്കിലും കൂടുതൽ പരിശീലനത്തോട് കടന്നതോടെ ഒരു 10 പേരുടെ സംഘമായിട്ട് ഞങ്ങൾ ചുരുങ്ങി. എന്നാലും ഈ 10 പേരും മികച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീട്ടുകാരുടെ സപ്പോർട്ടാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. സാറ് പറഞ്ഞ പോലെ തന്നെ വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് തരുന്നത്. ഇപ്പം എല്ലാ കാര്യത്തിലും കൊണ്ടുവന്നാക്കാൻ, ട്രെയിനിങ്ങിന് കൊണ്ടുവന്നാക്കാനാണെങ്കിലും ഇപ്പോൾ കൊണ്ടുപോകാനാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ വീട്ടുകാർ നല്ല സപ്പോർട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടോടുകൂടി, എല്ലാവരും സപ്പോർട്ടോടുകൂടി മികച്ച രീതിയിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് ഷെന്നി ഫ്രാൻസിസ്. അലക്സ് സാറ് പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അതുപോലെ തന്നെ ഒരു ട്യൂഷൻ സെൻ്ററിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നാളെ ഒരു സ്റ്റേജിലോട്ട് കാലുകുത്താൻ പോകുന്നത്. അപ്പോൾ ഈ തിരക്കിനിടയിലും അല്പസമയം കണ്ടെത്തി ഞങ്ങൾ എല്ലാവരും നല്ല പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും നല്ല റെഡി ആയിട്ടിരിക്കണതാണ്. ഇനി സാറിൻ്റെ പ്രതീക്ഷയ്ക്ക് ഒത്തുയരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഉഷ ജയൻ. പിന്നെ ഞാൻ ആശാവർക്കറായിട്ട് വർക്ക് ചെയ്യണേണ്. പിന്നെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ആദ്യമായിട്ട് ഇതിലോട്ട് വരാനായിട്ട് സുബോധ ചേച്ചിയാണ് എന്നെ ഇതിനകത്തോട്ട് പിടിച്ചിട്ടത്. എനിക്ക് ആദ്യം ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ഞാൻ ചവിട്ടുനാടകം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇതിനോട്ട് വന്നപ്പോഴാണ് ഇതിൻ്റെ കാര്യഗൗരവങ്ങളേക്ക് എനിക്ക് മനസ്സിലായത് ഏറെക്കുറെ. പിന്നെ സാറിന് വളരെയധികം നന്ദിയുണ്ട്.
പിന്നെ അതുപോലെ ജെഫിനും അലനും. നമസ്കാരം, ഞാൻ വൃന്ദ. ഇവിടെ പള്ളിപ്പുറത്ത് സാധാരണ ഒരു കുടുംബശ്രീ പ്രവർത്തകയായിട്ട് വന്നതാണ്. അതോടൊപ്പം തന്നെ ഈ അധിക നാളുകളായിട്ടില്ല ഞാൻ പള്ളിപ്പുറം മഹിളാ അസോസിയേഷൻ്റെ വില്ലേജ് പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റിട്ട്. അപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു കലാരൂപത്തിലേക്ക് കടക്കുക എന്ന് വെച്ചാൽ എനിക്ക് എന്തുകൊണ്ടും വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതിനായിട്ട് വഴിയൊരുക്കി തന്നത് നമ്മുടെ അരുണ ചേച്ചിയാണ്. അതോടൊപ്പം തന്നെ അലക്സ് സാറ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ പരിമിതികൾ അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ ട്രെയിൻ ചെയ്ത് വന്നു. അപ്പോൾ സാറ് ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ വിട്ട് ഞങ്ങൾക്ക് വേണ്ട ഇല്ലാത്ത സമയത്ത് ശിഷ്യന്മാരെ വിട്ട് ഞങ്ങൾക്ക് വേണ്ട പരിശീലനങ്ങളൊക്കെ തന്നിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടും അതുപോലെ ജെഫിനോടും ശിഷ്യനായ ജെഫിൻ, അലൻ എന്നിവരോടും വളരെ നന്ദി അറിയിക്കുന്നു. എഡ്വിനോടും നന്ദി അറിയിക്കുന്നു. നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടാനായിട്ട് ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർ ആയിട്ടുള്ള സുബോധ ചേച്ചി വീടിനോട് ചേർന്നുള്ള ഈ ഒരു സ്ഥലം നമുക്ക് വിട്ടു തന്നതിൻ്റെ ഭാഗമായിട്ട് ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്ക് ഇത് കളിക്കാൻ സാധിച്ചു. അപ്പം സുബോധ ചേച്ചിക്കും അതിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. നാളെ ഞങ്ങൾ സർഗോത്സവം തുടങ്ങുന്നു. പുലിക എന്ന പരിപാടിയാണ്. അതിൽ ചവിട്ടി നാടകത്തിൻ്റെ അരങ്ങേറ്റം ഞങ്ങൾ നടത്തുകയാണ്. ഒരു ഉന്നമനത്തിന് നമ്മളെപ്പോഴും സംസാരിക്കുമെങ്കിൽ പോലും ആണുങ്ങളുടെ മുന്നിൽ എപ്പോഴും സ്ത്രീകൾ താഴെത്തട്ടിലാണെന്നുള്ളൊരു ചിന്ത എല്ലാവരുടെയും മുന്നിലുണ്ട്. അപ്പോൾ ആണുങ്ങളോടൊപ്പം തന്നെ എത്താനായിട്ട് ഞങ്ങൾ പ്രയത്നിക്കും. സ്വാതന്ത്ര്യത്തിനായി പൊരുതി ജയിക്ക വേണം, ജീവൻ ബലി കൊടുത്താലും സേനകൾക്കെല്ലാം ഒരുങ്ങിടട്ടെ. എൻ്റെ പേര് ജയ. ഞാൻ ഒരു ADS പ്രവർത്തകയാണ്. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെയൊക്കെ തന്നെ നമുക്ക് 25 ദിവസം കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇതിൽ മുന്നേറാൻ സാധിച്ചതും നമ്മളെ ഇതിനകത്ത് പഠിപ്പിച്ച് നമ്മളെ മുന്നേറാൻ പ്രാപ്തരാക്കിയ അലക്സ് സാറിനും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ അലക്സ് സാറിൻ്റെ ശിഷ്യന്മാർക്കും രണ്ടുപേരുണ്ട്, അവർക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. പിന്നെ ഈ 10 പേരിൽ ഏറ്റവും പ്രായമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതിനകത്ത് നമുക്ക് ഇതിനകത്തേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. എന്നാലും നമുക്ക് ഇതിനകത്തേക്ക് വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ശ്രീദേവ് ദിലീപ്. ഞാൻ ആദ്യമായിട്ടാണ് ചവിട്ടാടത്തിന് പറ്റി പറഞ്ഞപ്പോൾ ജെസ്സിയാണ് എന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത്. ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് കളിക്കാനായിട്ട്. അങ്ങനെ വന്നാണ് ഞാൻ ഇതിനകത്തേക്ക് കയറിയതും. അതിൻ്റെ വലിയ നന്നായിട്ട് കളിക്കാൻ പറ്റുമെങ്കിലും കളിച്ച് നോക്കണമായിരുന്നു. പിന്നെ എൻ്റെ ശിഷ്യന്മാർ രണ്ടുപേരോടും ഞാൻ നന്ദി പറഞ്ഞു, അലക്സ് സാറിനോട് നന്ദി പറഞ്ഞു. എൻ്റെ പേര് ജിനിത. ഞാൻ ലാസ്റ്റാണ് വന്നത്. ജസ്റ്റ് ചേച്ചി പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ വേറെ ഡാൻസ് ഒക്കെ കളിക്കുമെങ്കിലും ചവിട്ടനാടകം ആദ്യമായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കലയോട് താല്പര്യം ഉള്ളത് കൊണ്ട് അതിലെനിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്യണത് ഇവിടെ സംഘത്തിലാണ്, മരണസംഘത്തിൽ. പിന്നെ അവിടുത്തെ ചേച്ചിമാരും അവിടുത്തെ എല്ലാവരും എനിക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അവർ ലീവൊക്കെ തന്ന്. അപ്പോൾ അവരോട് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. പിന്നെ സാറിനോടും ശിഷ്യന്മാരോടും എല്ലാവരോടും നന്ദിയുണ്ട്. എൻ്റെ പേര് സൂര്യ. ഇവിടെ പള്ളിപ്പുറത്ത് തന്നെയാണ് എൻ്റെ വീടും. ഞാൻ ഈ ചവിട്ട് നാടകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചവിട്ട് നാടകം കളിക്കാനായിട്ട് വന്നത്. അപ്പം ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കളിക്കണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് അത് നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം നാളെ അതിൻ്റെ അരങ്ങേറ്റമാണ്. പിന്നെ പണ്ട് ചെറുതിലോടങ്ങി ഞാൻ ഡാൻസും കാര്യങ്ങളൊക്കെ മുമ്പ് ചെയ്തിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അത് പഠിപ്പിച്ച അലക്സ് സാറിനും ശിഷ്യന്മാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
ജസ്റ്റ് ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ കലാകാരനായ ശ്രീ അലക്സ് മാഷിനെ നമുക്ക് ഇവിടെ കിട്ടിയതിൽ വളരെ അഭിമാനിക്കാം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകളുണ്ട്. കൂടാതെ നമുക്ക് നാളെ അല്ലേ ഇവരുടെ പ്രകടനം പെർഫോമൻസ് നമുക്ക് കാണാൻ കാണാം പറ്റും അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ എന്താണ് കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളത്? അപ്പം എല്ലാവരോടും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ വാർത്ത ശ്രദ്ധിക്കുന്ന എല്ലാവരോടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ പറഞ്ഞ വാക്കുകളിൽ നിന്നുണ്ട് 2 കാര്യങ്ങൾ. ഒന്ന്, പുരുഷനും സ്ത്രീയും രണ്ടും രണ്ടല്ല, അതൊന്നാണ്. പലതരത്തിലുള്ള കഴിവുണ്ട്. ആ കഴിവുകളെ പ്രകടിപ്പിക്കാൻ അവസരം കിട്ടിയാൽ ആരും അതെടുക്കും. അപ്പോൾ പഴയ കാലത്തെ സംഭവമല്ല, അടിച്ചമർത്തലിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളൊരു പുനരുജ്ജീവനത്തിൻ്റെ കാലമാണ്. അവിടെ നമുക്ക് ഇത്തരം ഇടപെടലുകളും ഇത്തരം ഉയർച്ചകളും ഉണ്ടാകുന്നിടത്താണ് വികസനം ഉണ്ടാകുന്നത്. അതിൻ്റെ ചെറിയ തുടക്കമാണ് ഈ പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മുടെ കളരിയിലേക്ക് വന്ന് പഠിച്ച് ഒരുങ്ങി നാളെ അവർ രംഗത്ത് അവതരിപ്പിക്കുന്നത്. എല്ലാവരുടെയും പ്രോത്സാഹനം, പിന്തുണ ഉണ്ടാവണം. ഝാൻസി രാജ്യം മണികർണിക എന്ന റാണി ലക്ഷ്മിഭായ് ഭരിക്കുന്ന കാലഘട്ടം. ബ്രിട്ടീഷ് സേനാധിപതി സർ ഹ്യൂഗ് റോസിൻ്റെ നേതൃത്വത്തിൽ ഝാൻസി ആക്രമിക്കുന്നു. ആയുധം വെച്ച് കീഴടങ്ങാൻ സർ ഹ്യൂഗ് ആവശ്യപ്പെടുന്നു. ഇത് വകവയ്ക്കാതെ റാണി യുദ്ധത്തിനായി ഒരുങ്ങുന്നു. സൗന്ദര്യവും ബുദ്ധിയും വ്യക്തിത്വവും തികഞ്ഞ സ്ത്രീരത്നത്തിൻ്റെ വീര ഇതിഹാസ കഥ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. മണികർണിക. പ്രാർത്ഥനാഗീതത്തിലേക്ക്. ശുദ്ധ തിരുക്കുരിശിൽ ശത്രുകര
ത്യാഗത്താൽ മരിച്ച സത്യസ്വരൂപനീശോ കർത്താവേ, സർവശക്ത സർവതും തികഞ്ഞവനെ, പൂർവയിലുദിച്ചവനെ, കാത്തുരക്ഷിക്കണമേ നാഥ. താഗതഗതത്തം തകതിന്തത്തകജമിത തെയ്യത്തത്ത് മൃതകതീനത്തം. എങ്ങും പേരൊള്ളി തിങ്ങിടും ഇന്ത്യ നഗതൻ, എങ്ങും പേരൊള്ളി തിങ്ങിടും ഇന്ത്യ നഗതൻ, എങ്ങും പേരൊള്ളി തിങ്ങിടും ഇന്ത്യ നഗതൻ, എങ്ങും പേരൊള്ളി തിങ്ങിടും ഇന്ത്യ നഗതൻ. കൊണ്ടിടാമേ ഇന്ത്യ മണ്ണിൽ അധിപതിയായി, കൊണ്ടിടാമേ ഇന്ത്യ മണ്ണിൽ അധിപതിയായി. എങ്ങും പേരൊള്ളി തിങ്ങിടും ഇന്ത്യ നഗതൻ, എങ്ങും പേരൊള്ളി തിങ്ങിടും ഇന്ത്യ നഗതൻ. കൊണ്ടിടാമേ ഇന്ത്യ മണ്ണിൽ അധിപതിയായി, കൊണ്ടിടാമേ ഇന്ത്യ മണ്ണിൽ അധിപതിയായി. തത്തരികിടതിമൃതത്തിലാങ്കതക്കിടതാതിമൃതത്തെ ഇതത്താം ഇതത്താം തെയ്തത്താം തത്തരിട തകതരിട തൊന്തരിട തകതാം തെയ്തത്താം തൊന്തരിട തകതരിട തകതരിട തകതാം തെയ്തത്താം തത്തരിട തകതാം തെയ്തത്താം തൊന്തരിട തകതാം തെയ്തത്താം തത്തരിട തകതരിട തൊന്തരിട തകതരിട താം തീം ദത്താ ഇണത്തം ഇണത്തം തത്തിന്തകത്തം. പിറന്ന വിരജാൻസി നഗരിൽ, പൂക്കൾ പിറന്ന വിരജാൻസി നഗരിൽ, റാണിയായി ധീരയായി ലക്ഷ്മിബായി, നല്ല റാണിയായി ധീരയായി ലക്ഷ്മിബായി, നല്ല പെറ്റ വീരരോടേറ്റുമുട്ടി ജയം, പെറ്റ വീരരോടേറ്റുമുട്ടി ജയം, കൊണ്ടിവൾ ശക്തയായി വാണിടും, നല്ല കൊണ്ടിവൾ ശക്തയായി വാണിടും, നല്ല കൊണ്ടിവൾ ശക്തയായി വാണിടും, നല്ല കൊണ്ടിവൾ ശക്തയായി വാണിടും, നല്ല കൊണ്ടിവൾ ശക്തയായി വാണിടും. ആയോധനകലയും കുതിരസവാരിയും പിൻ, ആയോധനകലയും കുതിരസവാരിയും പിൻ, മികവേറും ഭരണ നൈപുണ്യവുമായി, നല്ല മികവേറും ഭരണ നൈപുണ്യവുമായി, നല്ല ബ്രിട്ടീഷ് പടയോട് നേർക്കുനേർ ബലാബലം, ബ്രിട്ടീഷ് പടയോട് നേർക്കുനേർ ബലാബലം, അടരാടി ജയിച്ചിവൾ ധീരനാൻ, നല്ല അടരാടി ജയിച്ചിവൾ ധീരനാൻ, നല്ല അടരാടി ജയിച്ചവൾ ധീരനാൻ, നല്ല അടരാടി ജയിച്ചവൾ ധീരനാൻ, നല്ല അടരാടി ജയിച്ചവൾ ധീരനാൻ. തത്തരികിടതിമൃതത്തിലാങ്കതക്കിടതാതിമൃതത്തെ ആരെവിടെ? അടിയൻ. നമ്മുടെ മന്ത്രിയെ ഉടൻ കൂട്ടി വരിക. ഉത്തരവ്. നന്മ നിറഞ്ഞു വളർന്ന പൊന്മണി വിളയും ജയനാട്, നന്മ നിറഞ്ഞു വളർന്ന പൊന്മണി വിളയും ജയനാട്, നന്മ നിറഞ്ഞു വളർന്ന പൊന്മണി വിളയും ജയനാട്, നന്മ നിറഞ്ഞു വളർന്ന പൊന്മണി വിളയും ജയനാട്.
തുങ്ക പ്രസിദ്ധി പെരുത്ത ഝാൻസി നാടിൻ ധീര ജഗപതി തുങ്ക പ്രസിദ്ധി പെരുത്ത ഝാൻസി നാടിൻ ധീര ജഗപതി റാണി എന്നുര ചെയ്ത ധീരൻ ഞാൻ പാവമന്ത്രി റാണി എന്നുര ചെയ്ത ധീരൻ ഞാൻ പാവമന്ത്രി വെള്ളപ്പടയഞ്ഞൊടിയിടയിൽ ഞാൻ വെട്ടിമുറിച്ച് ജയക്കൊടി നാട്ടു വെള്ളപ്പടയഞ്ഞൊടിയിടയിൽ ഞാൻ വെട്ടിമുറിച്ച് ജയക്കൊടി നാട്ടു നന്മ നിറഞ്ഞു വളർന്ന പൊന്മണി വിളയും ജയനാട് നന്മ നിറഞ്ഞു വളർന്ന പൊന്മണി വിളയും ജയനാട് തരികിടത് മൃതകത്തിലങ്ക് തക്കിടത്ത് മൃതകത്തതികിടത്തം എട്ടു ദിക്കിലുള്ളവരും നടുനടുങ്ങി സാഷ്ടാംഗം നമസ്കരിക്കും മഹാനൃപതേ വീരാംഗനെ ശിരശിവനും കുതിച്ചു വങ്ങേ കഴലിണയിൽ ഇമ്പമോടെ കുമ്പിടുന്നേ തം തകതം തതിമിതി താം തൈതോ. മഹാമന്ത്രി, നമ്മുടെ നാടിന്റെ ഭരണവിശേഷങ്ങൾ എന്തൊക്കെ പറയൂ. ഉയിരിൻ പടി റാണിതൻ നാട്ടിൽ ഉയിരിൻ പടി റാണിതൻ നാട്ടിൽ പ്രജകളൈശ്വര്യ സമൃദ്ധി നിറവിലായി പ്രജകളൈശ്വര്യ സമൃദ്ധി നിറവിലായി സൈന്യവാദി ശീഘ്രമായി ഗമിക്കുന്നു സൈന്യം മതി ശീഘ്രമായി ഗമിക്കുന്നു നാടിൻ കാവല ദ്രുതഗതി മുന്നിൽ നാടിൻ കാവല ദ്രുതഗതി മുന്നിൽ പട്ടിണിയില്ല പാരിൽ പട്ടിണിയില്ല പാരിൽ തൊഴിലിടം ഭദ്രമായി തൊഴിലിടം ഭദ്രമായി റാണിതൻ ഭരണം നാടിന് രക്ഷ നൽകി റാണിതൻ ഭരണം നാടിന് രക്ഷ നൽകി തന്നെ തന്നെ അനിത്തം താനായി തന്നായി തന്നാത്തി തന്നെ തന്നായി തന്നാത്തി തന്നെ തനതി തനാത്തി തന്നെ തനതി തനാത്തി തന്നെ തനതി തനാത്തി തന്നെ അനിത്തം തായ് മുതത്തി തകത്തി മൃതക തതിങ്കിണത്തം തതിങ്കിണത്തം തതിന്തകത്തം വരാരഞ്ചലനേ സഭൈ തന്നിൽ വരാരഞ്ചലനേ സഭൈ തന്നിൽ വരാരഞ്ചലനേ സഭൈ തന്നിൽ വരാരഞ്ചലനേ സഭൈ തന്നിൽ വള്ളലതീപതി നിർവമുടൻ നല്ല വള്ളലതീപതി നിർവമുടൻ നല്ല വള്ളലതീപതി നിർവമുടൻ നല്ല വള്ളലതീപതി നിർവമുടൻ തിത്തരികിടത് മുതകത്തിലങ്ക് തക്കിടത് മുതകത്തതികിടത്തം. അടിയൻ ബ്രിട്ടീഷ് സൈന്യാധിപൻ സർ ഹ്യൂഗോ തന്നയച്ച സന്ദേശം. വരാരഞ്ചലനേ സഭൈ തന്നിൽ വരാരഞ്ചലനേ സഭൈ തന്നിൽ വരാരഞ്ചലനേ സഭൈ തന്നിൽ വരാരഞ്ചലനേ സഭൈ തന്നിൽ വള്ളലതീപതി നിർവമുടൻ നല്ല വള്ളലതീപതി നിർവമുടൻ നല്ല വള്ളലതീപതി നിർവമുടൻ നല്ല വള്ളലതീപതി നിർവമുടൻ തിത്തരികിടത് മുതകത്തിലങ്ക് തക്കിടത് മുതകത്തതികിടത്തം. ഇല്ല, ഒരിക്കലുമില്ല മന്ത്രി. ഭാരത മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനായി പൊരുതി ജയിക്ക വേണം, പൊരുതി ജയിക്ക വേണം. ജീവൻ ബലി കൊടുത്താലും സേനകൾ എല്ലാം ഒരുങ്ങിടട്ടെ, എല്ലാം ഒരുങ്ങിടട്ടെ. നീച്ചരാം വെള്ളപ്പാടായെ തുരുത്തി ജയക്കൊടി നാട്ടിടണം, ജയക്കൊടി നാട്ടിടണം. ഈ നാടിൻ അധിപതി റാണി ലക്ഷ്മിബായി നൽകും കൽപ്പന എന്നറിക. താം
തകതം തതിമിതി താം തൈതത്ത തിനകൃക തതികിണത്തും അഞ്ചൽക്കാരൻ റാണി നൽകും ദൂത് സർഹ്യൂഗിന് എത്തിക്കുന്നു. ബ്രിട്ടീഷ് പട്ടാളം റാണിയെ വകവരുത്താൻ കുതന്ത്രങ്ങൾ മെനയുന്നു. റാണി യുദ്ധത്തിൽ വെച്ച് വീരമൃത്യു വരിക്കുന്നു. തുടർന്ന് കാണുക. ഭൂമണ്ഡലത്തിലുയ കൊണ്ട ബ്രിട്ടീഷ് പട്ടാളം അടരാടി ജയിക്കാനാരും ഈ ഭൂമിയിലില്ല. അടരാടി ജയിക്കാനാരും ഈ ഭൂമിയിലില്ല. തന്നതാനേ താനേ താനേ തന്നതാനേ താനേ താനേ തന്നതാനേ താനേ 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 തന്നില്ലോ. നിറകണ്ണും തോക്കുമായി നിറകണ്ണും തോക്കുമായി തലകൊയ്യും വാളുമായി തലകൊയ്യും വാളുമായി ഇടിമിന്നലാട്ടം പോലെ വീരന്മാർ ഞങ്ങൾ. ഇടിമിന്നലാട്ടം പോലെ വീരന്മാർ ഞങ്ങൾ. തന്നതാനേ താനേ താനേ തന്നതാനേ താനേ താനേ തന്നതാനേ താനേ 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 തന്നില്ലോ. തന്നതാനേ താനേ താനേ തന്നതാനേ താനേ താനേ തന്നതാനേ താനേ 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 തന്നില്ലോ. ഇതത്താം തെയ്തത്താം തകരത്തികിരിത്താം തത്തയിനത്താം തത്തയിനത്താം തത്തിന്തകത്താം. വരാരഞ്ചലനേ സഭை തന്നിൽ വരാരഞ്ചലനേ സഭை തന്നിൽ വരാരഞ്ചലനേ സഭை തന്നിൽ വരാരഞ്ചലനേ സഭை തന്നിൽ വള്ളലതീപതി നിർവമുടൻ നല്ല വള്ളലതീപതി നിർവമുടൻ നല്ല വള്ളലതീപതി നിർവമുടൻ നല്ല വള്ളലതീപതി നിർവമുടൻ തിത്തരികിടത് മുതകത്തിലങ്ക് തക്കിടത് മുതകത്തിടത്തം. പ്രഭു വണക്കം. ഝാൻസിയിൽ നിന്നും റാണി ലക്ഷ്മിബായി നൽകുന്ന സന്ദേശം. വരാരഞ്ചലനേ സഭை തന്നിൽ വരാരഞ്ചലനേ സഭை തന്നിൽ വരാരഞ്ചലനേ സഭை തന്നിൽ വരാരഞ്ചലനേ സഭை തന്നിൽ വള്ളലതീപതി നിർവമുടൻ നല്ല വള്ളലതീപതി നിർവമുടൻ നല്ല വള്ളലതീപതി നിർവമുടൻ തിത്തരികിടത് മുതകത്തിലങ്ക് തക്കിടത് മുതകത്തിടത്തം. റാണിയെ വകവരുത്തിടുവാൻ തന്ത്രങ്ങൾ മെനഞ്ഞിടാറാ തന്ത്രങ്ങൾ മെനഞ്ഞിടാറാ. പന്നിതൻ മാംസം നെച്ചമാം കൊഴുപ്പാല് വെടിയുണ്ട തീർത്തിടേണോ വെടിയുണ്ട തീർത്തിടേണോ. ഹിന്ദുവും മുസ്ലിമും നിഷിതമാം പന്നി മാംസം തിരയുയർത്താ മാംസം തിരയുയർത്താ. വർഗീയ വിഷം തുപ്പി തമ്മിൽ തല തല്ലി തോറ്റിടും വീരഗണോ തോറ്റിടും വീരഗണോ. അങ്ങനെ മണികർണികയെ വകവരുത്തിടാം. പുറപ്പെടാം. തന്നനായി തന്നെ തന്നനായി തന്നെ തന്നനായി തന്നെ തന്നനായി തന്നനായി തന്നെ തന്നനായി തന്നെ തന്നനായി തന്നെ തന്നനായി തന്ന തന്നെ 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 തന്നു തന്നായി തന്നെ 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 തന്നു തന്നായി തന്നെ 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 തന്നു തന്നായി തന്നെ തന്നായി തന്ന തന്നെ 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 തന്നു തന്നായി തന്നെ 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 തന്നായി. ഭാരത്
പോലറിയെ ചീറിയെ വന്നിടും ജാൻസി നിൻ പടകളെ വെട്ടി നീരത്തിടും ഞാൻ ജാൻസി നിൻ പടകളെ വെട്ടി നീരത്തിടും ഞാൻ നിരത്തിയിടുമെന്നിത്ര നായ് പോൽ കൂരയിക്കുന്ന നിർത്തിയിടുമെന്നിത്ര നായ് പോൽ കൂരയിക്കുന്ന നിജരെ സ്വാതന്ത്ര്യം നേടും വരെ പൊരുതും നീചരെ 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 സ്വാതന്ത്ര്യം നേടും വരെ പൊരുതും തരികിടത് മൃതകത്തിലങ്ക് തക്കിടത് മൃതകത്തിടത്തം അമ്മേ സേനാധിപതികളെ, നാം കണ്ടതിൽ വെച്ച് ഏറ്റവും ധീരയായ ഒരു പെൺകുട്ടിയാണ് റാണി ലക്ഷ്മിഭായ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ബഹുമാന ആദരവോടും കൂടെ തന്നെ ഇവരുടെ മൃതസംസ്കാരം നടത്തണം. ഇത് സർ ഹ്യൂഗിന്റെ കൽപ്പന. നാടകത്തിന്റെ അരങ്ങിലെത്തിയവർ ദൈവത്തിനും സദസ്യർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മംഗളഗാനത്തോടെ ഈ നാടകം പൂർണ്ണമാകും. മംഗളം. മംഗളം നിത്യജയ ആദി കടവുള്ളോനെ മംഗളം നമോ ജയ മംഗളം ദേവാ മംഗളം നിത്യജയ ആദി കടവുള്ളോനെ മംഗളം നമോ ജയ മംഗളം ദേവാ ഗാകുൽ തമലയതി ക്രൂശിൽ മരിച്ചുയത്ത ഗാകുൽ തമലയതി ക്രൂശിൽ മരിച്ചുയത്ത ലോകത്തെ രക്ഷ ചെയ്ത രക്ഷഗാനമോ ലോകത്തെ രക്ഷ ചെയ്ത രക്ഷഗാനമോ മംഗളം നിത്യജയ ആദി കടവുള്ളോനെ മംഗളം നിത്യജയ ആദി കടവുള്ളോനെ മംഗളം നമോ ജയ മംഗളം ദേവ മംഗളം നമോ ജയ മംഗളം ദേവ തരികിടത്ത് മുതകത്തിലങ്ക് തക്കിടത്ത് മുതകത്ത്